പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും എല്ലാ ദൈവമക്കളെയും അറിയിക്കുന്നു. കർത്താവ് ഓരോ ദിവസവും നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവൻ്റെ സന്നിധിയിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. എത്ര ഭാഗ്യകരമാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടത്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ ഒരു കാലത്ത് അന്യരും പരദേശികളുമായിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചവരാണ്, വാഗ്ദത്തത്തിന് അന്യന്മാരായിരുന്നു. എന്നാൽ പ്രൈസ് ലോർഡ്, കർത്താവിൻ്റെ മഹാസ്നേഹം നിമിത്തം എന്നെയും നിങ്ങളെയും ആ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച് ഓർത്ത് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നന്ദിയല്ലാതെ ഒന്നും പറയാനില്ല. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് എന്നെയും നിങ്ങളെയും കർത്താവ് അവകാശിയാക്കി തീർത്തു. മക്കളെന്ന് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചു. പ്രൈസ് ലോർഡ്. എത്ര ഭാഗ്യമാണ് അബ്ബാ പിതാവേ എന്ന് നമ്മുടെ കർത്താവിനെ നോക്കി വിളിക്കുവാൻ എനിക്കും നിങ്ങൾക്കും തന്ന ആ പ്രാഗൽഭ്യം. പഴയ നിയമത്തിൽ അവർ എബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് ദൈവമെന്ന് അവർ വിളിച്ചപ്പോൾ ആ ദൈവം എന്ന് വിളിക്കുന്ന ആളെ ഇന്ന് അബ്ബ എന്ന് വിളിക്കാൻ നമുക്ക് ലഭിച്ച ആ വലിയ ഭാഗ്യം. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗത്ത് നമുക്ക് വീണ്ടും ആ ഭാഗത്ത് തന്നെ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം നിശ്ചയമായും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. ഒരിക്കലും താന്നു പോകാൻ യാതൊരു സാധ്യതയും ഇല്ല. പ്രൈസ്. കാരണം ദൈവവചനം എനിക്ക് തരുന്ന പ്രോമിസും എനിക്ക് തന്നിരിക്കുന്ന സകല വിലയേറിയ വാഗ്ദത്തങ്ങളും പ്രൈസ് ഉയർച്ച പ്രാപിക്കും എന്നാണ് വാഗ്ദത്തങ്ങളെല്ലാം പറയുന്നത്. പ്രൈസ്. നോക്ക്, ഇന്നലെ നമ്മൾ ചിന്തിച്ച വാക്യം കുറിവാക്യമായി ചിന്തിച്ചത് 3 യോഹന്നാനിൽ നിന്നാണ്. 3 യോഹന്നാൻ അതിന്റെ 3-ാം അധ്യായം, അതിന്റെ 3 യോഹന്നാൻ അതിന്റെ 3-ാം വാക്യം. 3 യോഹന്നാൻ അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും സുഖവുമായിരിക്കണം. അതാണ് വാസ്തവത്തിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി. ദൈവത്തിന് എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാത്തിലും, എല്ലാ ഏരിയയിലും, അത് ഞാൻ എമോഷണലായിക്കോട്ടെ, അത് മോണിറ്ററി വൈസ് ആയിക്കോട്ടെ, അത് സ്പിരിച്വലി ആയിക്കോട്ടെ, ജീവിതത്തിൻ്റെ എല്ലാ സമാധാനത്തിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും പ്രൈസ് സുഖവുമായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ചിന്ത, എങ്ങനെ എനിക്ക് അനുഗ്രഹിക്കപ്പെടാം, എങ്ങനെ അനുഗ്രഹത്തിന്റെ അടുത്തൊരു പടിയിൽ എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തെ പണിയാം. പ്രൈസ് ലോർഡ്. ഓരോ ദിവസവും നമ്മൾ ദൈവവചനം ഒക്കെ കേട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നന്മയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇന്നലെ ചിന്തിച്ച ഒരു കാര്യം പ്രൈസ് ലോർഡ്, 1 ഫിയർ ഓഫ് ഗോഡാണ്. 2 ട്രൂത്ത്ഫുൾനെസ്. 2 കാര്യങ്ങളാണ് ഇന്നലെ ചിന്തിച്ചത്. 1 ദൈവത്തെ ഭയപ്പെട്ട്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹിച്ചാണ് കേട്ടോ. കർത്താവിനെ സ്നേഹിക്കുന്നവർ അവന്റെ വചനത്തെ അനുസരിക്കും, അല്ലേ? അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് ട്രൂത്ത്ഫുൾ ആയിട്ട് നമ്മൾ മുമ്പോട്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. പ്രൈസ് ലോർഡ്. എങ്ങനെ ഹൗ ഐ ക്യാൻ പ്രോസ്പർ, എങ്ങനെ എനിക്ക് നന്മ ജീവിതത്തിൽ ഉണ്ടാകും, എങ്ങനെ ഉയർച്ച, കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ സ്റ്റാൻഡേർഡിൽ, ആ വാഗ്ദത്തത്തിന് എങ്ങനെ അവകാശിയായി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. നോക്ക്, കർത്താവിനോട് കൂടെ നടന്നിട്ട് നന്മയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകുന്നില്ലെങ്കിൽ അല്ലേ, എന്ത് പ്രയോജനം, അല്ലേ? പ്ലീസ് നോക്ക്, ചിലർ പറയുന്നത് ദൈവം എനിക്കിട്ട് അങ്ങനെ ചെയ്തു, ദൈവം അത് ചെയ്തു. ദൈവം ഒരിക്കലും ഒരു ബോധ്യം ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം, ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ഞാൻ താന്നു പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നാ, ദോഷികളായ നമ്മൾ, യേശു തന്നെ പറഞ്ഞ വാക്കാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ എത്ര നന്മ കൊടുക്കും. വേറൊരു പറയുകയാണ്, എത്രയധികം അവൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അപ്പം
നമ്മൾ നമ്മുടെ മക്കൾക്ക് നന്മ കൊടുക്കുന്നെങ്കിൽ ദൈവം തന്നെ മക്കൾക്ക് എത്ര അധികം നന്മ കൊടുക്കും എന്ന് ദൈവവചനം പറയും. ഒരിക്കലും നമ്മൾ താഴ്ന്നു പോകണമെന്നോ നമ്മൾ തകർന്നു പോകണമെന്നോ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചെയ്തത് വെച്ച് നമ്മളെ ശിക്ഷിക്കുന്ന ഒരു കർത്താവല്ല. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം രക്ഷിക്കുന്ന കർത്താവാണ്, ചേർത്ത് പിടിക്കുന്ന കർത്താവാണ്. നമ്മൾ വിങ്ങിപ്പൊട്ടുമ്പം ലോകം പറയും അല്ലേലും അവന് അങ്ങനെ തന്നെ വരണമായിരുന്നു എന്ന് ലോകം പറയുന്നിടത്ത് എൻ്റെ കണ്ണുനീര് ഒപ്പുന്ന ഒരു കർത്താവാണ്. എന്നെ ചേർത്ത് പിടിച്ച് അതിന് പരിഹാരം വരുത്തുന്ന ആളാണ് എൻ്റെ കർത്താവ്. ഒരിക്കലും പ്രൈസ് അല്ലേലും അവൻ അങ്ങനെ ചെയ്തില്ലേ, അവൻ ഇങ്ങനെ തന്നെ വരണമായിരുന്നു, അവന് ഇത് പോരായിരുന്നു, അങ്ങനെ അത് ലോകത്തിൻ്റെ വാക്കുകളാണ്. അത് വേൾഡ്ലി പാറ്റേൺ. ദൈവത്തിൻ്റെ പാറ്റേൺ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പാറ്റേൺ ഒരു കല്ല് പോലും നിന്റെ മേത്ത് വന്ന് വീഴാൻ സമ്മതിക്കാത്തതാണ് ദൈവത്തിൻ്റെ പാറ്റേൺ. അതാണ് കർത്താവിന് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം. എൻ്റെ നന്മ നോക്കിയല്ല എന്നെ സ്നേഹിച്ച്, നോക്ക് ഇവൻ ഇന്ന കുറവുണ്ട് എന്ന് പറഞ്ഞല്ല എന്നെ സ്നേഹിച്ചത്. എൻ്റെ കുറവുകളിൽ, എൻ്റെ ബലഹീനതകളിൽ അവൻ്റെ ശക്തിയാണ് തികഞ്ഞു വരുന്നത്. എൻ്റെ കുറവുകളിലേക്ക് എൻ്റെ കർത്താവാണ് കയറി നിൽക്കുന്നത്. നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ട് ഒരുവനില്ല. റോമർക്ക് എഴുതിയ ലേഖനം പഴയ നിയമ കൺസെപ്റ്റിൽ എഴുതിയിരിക്കുന്നെങ്കിലും അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. നീതിമാനായിട്ട് ആരും ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നീതിയുടെ വസ്ത്രം അവൻ എന്നെ നിങ്ങളെയും പുതപ്പിച്ചു. എത്ര വലിയ ഭാഗ്യമാണ്. പ്ലീസ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വേസ് ടു പ്രോസ്പറാണ് നമ്മൾ ചിന്തിക്കുന്നത്. എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം, എങ്ങനെ ഉയർച്ച പ്രാപിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു ദൈവ വചനഭാഗം നോക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യു ഷുഡ് ഹാവ് പീസ് ഇൻ യുവർ റിലേഷൻ. നിങ്ങളുടെ ബന്ധങ്ങളിലെല്ലാം സമാധാനം ഉണ്ടാകണം. വ്യക്തി ബന്ധങ്ങളിലായിരിക്കാം, കുടുംബ ബന്ധങ്ങളിലായിരിക്കാം, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലായിരിക്കാം, സഭയിൽ നിങ്ങളുടെ കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാം, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ സുപ്പീരിയേഴ്സും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാം. നമ്മുടെ സകല ബന്ധത്തിലും സമാധാനം ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഡു യു ഹാവ് പീസ് ഇൻ യുവർ റിലേഷൻ എന്ന് ആരോടൊക്കെയോ ഒരു ചോദ്യം പോലെ ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങളിലെല്ലാം ഒരു സമാധാനമുണ്ടോ? ദൈവവചനം നമ്മളെ എഫെസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുകയാണ്. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. ആരാ ഈ ലോകത്തിൽ ആരാ കുറവില്ലാത്ത, ആർക്കാ വീഴ്ചയില്ലാത്ത? തെറ്റുകളുള്ളവരുണ്ട്, കുറവുകളുള്ളവരുണ്ട്, വീഴ്ചയുള്ളവരുണ്ട്, പെർഫെക്റ്റ് അല്ലാത്തവരാണ് നമ്മളെല്ലാവരും. ഇവിടെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയും. അപ്പോൾ അതിന് ഞാനും നിങ്ങളും ഒന്ന് ശ്രമിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവാം ദൈവം എന്നെ സഹായിക്കുന്നത്. ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് വിട്ടുകളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണ് എനിക്ക് ഹോളി സ്പിരിറ്റ് എന്ന സഹായകന്റെ ആവശ്യം. കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ, യു കനോട്ട് ഡു ഇറ്റ് എലോൺ. എൻ്റെ കഴിവിലോ എൻ്റെ മിടുക്കിലോ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പ്ലീസ്, അവർ ചെയ്തത് വെച്ച് നോക്കിയാൽ എൻ്റെ രക്തത്തിലുള്ളത് പകരത്തിന് പകരം ചെയ്യുന്ന സ്വഭാവമാണ്. എന്നാൽ പ്ലീസ്, എൻ്റെ അകത്തിരിക്കുന്ന ഹോളി സ്പിരിറ്റ് എന്ത് ചെയ്യും? എന്നെ ആ കാര്യത്തിൽ സഹായിക്കും. എല്ലാവരുമായിട്ട് ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയ ഒരു ഭാഗമുണ്ട്. എഫെസ്യ ലേഖനം 4 നിന്ന് തന്നെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. അവിടെ പറയുകയാണ്, നാം തമ്മിൽ അവയവങ്ങളല്ലയോ, ഒരു ബോഡിയുടെ അവയവം പോലെയാണ്. നോക്ക്, എൻ്റെ കാലെ വന്ന് കൊതുക് ഇരുന്നാൽ എൻ്റെ കൈ പറയത്തില്ല ഞാനതിനെ ഓടിച്ച് കളയത്തില്ല എന്ന് എൻ്റെ കൈ ഒരിക്കലും പറയാം. അത് കാലല്ലേ, അത് കാല് വേണമെങ്കിൽ കൈകാര്യം ചെയ്യട്ടെ എന്നൊരിക്കലും കൈ പറയത്തില്ല. നാം തമ്മിൽ ദൈവവചനം ഓർപ്പിക്കുകയാണ്, 4:31 ഓർപ്പിക്കുകയാണ്, നാം തമ്മിൽ അവയവങ്ങളാണ്. പ്ലീസ്, അപ്പം ഈ ആരോടും ഒന്നും വെച്ചുകൊണ്ടിരിക്കാതെ നോക്ക്, എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ പ്രൈസ് അവിടെ പറയുകയാണ്, ശ്രമിപ്പീൻ. അതിന് എൻ്റെ ഒരു ഭാഗവും കൂടെ വേണം. പ്രൈസ്, ഹോളി സ്പിരിറ്റിന്റെ സഹായം എപ്പോഴും എനിക്കുണ്ട്. ഹോളി സ്പിരിറ്റ് എപ്പോഴും
എപ്പോഴും റെഡിയാണ്. നോക്ക്, എന്നാൽ എൻ്റെ മനസ്സാണ് പലപ്പോഴും ഒരുങ്ങാത്തത്, എൻ്റെ ഈഗോയാണ് പലപ്പോഴും ഒരുങ്ങാത്തത്. പ്രൈസ് നോക്ക്, ആ ഈഗോ ഒക്കെ ഒന്ന് താത്തു വെച്ചേ. പ്രൈസ് എൻ്റെ കർത്താവിനോടുള്ള ആ ബന്ധത്തിൽ, പ്രൈസ് ആ പരിശുദ്ധാത്മാവിനോടുള്ള ആ കൂട്ടായ്മയിൽ, ആ കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ എല്ലാവരോടും ഒന്ന് സമാധാനം ആചരിച്ച്, പ്രൈസ് നോക്ക്, മറ്റുള്ളവരോട് പിണക്കവും. പ്രോവേബ്സിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. പ്രോവേബ്സ് അതിന്റെ 15-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. എല്ലാവരോടും സമാധാനം. നമ്മുടെ വാക്കുകൾ പ്രൈസ് ഷുഗർ കോട്ടഡ് വേർഡ്സ് ആകട്ടെ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാകട്ടെ, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന വാക്കുകളാകട്ടെ എൻ്റെയും നിങ്ങളുടെയും വാക്കുകൾ. പ്രൈസ് ഒരു വിഷയം വരുമ്പോൾ അവിടെയും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് എല്ലാവരുടെയും സമാധാനം കളയുന്ന വാക്കുകൾ സംസാരിക്കാതെ നമ്മുടെ വാക്ക് എന്തായിരിക്കണം? ഷുഗർ കോട്ടഡ് വേർഡ്സ് ആയിരിക്കണം, മൃദുവായ വാക്കുകളായിരിക്കണം. ഒരു വലിയ തീ കത്തുമ്പോഴും അതിൻ്റെ അകത്ത് നോക്ക് വെള്ളം കോരി, അതിനകത്ത് ഫ്യൂവൽ കോരി ഒഴിക്കുന്ന വ്യക്തികളാകരുത്. അതിൻ്റെ അകത്ത് വെള്ളം കോരി ഒഴിച്ച് അതിനെ തണുപ്പിക്കുന്ന, അതിനെ കെടുത്തുന്ന വ്യക്തികളാകണം ഞാനും നിങ്ങളുമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. 15-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. ഏത് വിഷയത്തിലും നമ്മൾ പറയുന്ന ഒരു വലിയ ജനക്കൂട്ടം ഇളകി നിൽക്കുവാണെങ്കിലും അവിടെ ഒരു വാക്ക് ഞാനും നിങ്ങൾ പറയുമ്പോൾ, പ്രൈസ് എത്ര അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൗഡ് ആണെങ്കിലും അവിടെ നിൽക്കുന്ന നിപ്പിൽ എന്ത് വേണം? സമാധാനം ഉണ്ടാകണം. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ ക്രോധത്തെ ജ്വലിപ്പിക്കുന്നു. അത് ജ്വലിപ്പിക്കാനുമുള്ള കഴിവ് എനിക്കുണ്ട്. അവർ വേർഡ്സ് ക്യാൻ ഐദർ ഹീൽ ഓർ ഹേർട്ട്. ഒരു വ്യക്തിയെ അത് ഹേർട്ട് ചെയ്യാനും ഒരു വ്യക്തിയെ ഹീൽ ചെയ്യാനും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കിന് ശക്തിയുണ്ട്. ഒരു മുറിവിനെ കെട്ടാൻ, രണ്ടുപേർ തമ്മിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് സാരയില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി തീ ഊരി തരാം, അല്ലേലും ഇവൻ കാരണമല്ല, അല്ലേലും ഇവൾ കാരണമാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു തീ വേണമെങ്കിൽ കോരിയിടാം. പ്രൈസ് നോക്ക്, ഒരു ഹീലിംഗ് വേർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു ഹെർട്ടിംഗ് വേർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. ബട്ട് ദ ചോയ്സ് ഇസ് യുവേഴ്സ്. നോക്ക്, കർത്താവ് നിർബന്ധിച്ച് ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കത്തില്ല. നോക്ക്, ചോയ്സ് ഇസ് യുവേഴ്സ് ആൻഡ് ദ ഹെൽപ്പർ ഇസ് ഹോളി സ്പിരിറ്റ്. എപ്പോഴും ഓർത്തോണം, ആ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കും. അതിനായിട്ട് എന്നെ തന്നെ മോൾഡ് ചെയ്യണം. അതിനായിട്ട് എൻ്റെ പ്രാർത്ഥനയിലും എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ ഈ സ്വഭാവം എനിക്ക് ഭയങ്കര ചാടിക്കടിക്കുന്ന, ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയുന്ന ഒരു സ്വഭാവം, ഞാൻ ഭയങ്കരമായിട്ട് ബാക്ക് ആൻസർ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം, ഭയങ്കര ദേഷ്യമുള്ള സ്വഭാവം, അജിറ്റേറ്റഡ് ആകുന്ന സ്വഭാവം ഒക്കെ എനിക്കുണ്ടായിരുന്നു. നോക്ക്, ഓരോ ദിവസവും കഴിയും തോറും എന്നെ ട്രാൻസ്ഫോംഡ് ആക്കി, എന്നെ രൂപാന്തരപ്പെടുത്തി, എന്നെ കൂടുതൽ മയപ്പെടുത്തി, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ സമാധാനം വരുത്തുവാൻ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു ഇപ്പോഴും ചിലപ്പോൾ ദേഷ്യം വരും. പക്ഷേ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുകയാണ്? ട്രെയിൻ ചെയ്യുകയാണ്. എന്തിനാ? സമാധാനത്തോടെ ഇരിക്കാൻ. പ്രീസ്ലോ പ്രിയപ്പെട്ടവരെ, അതിന് കർത്താവ് എനിക്കും നിങ്ങൾക്കും കൃപ തരും. എഫെസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുകയും. മറ്റുള്ളവരോട് ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ചിലർ പറയുന്ന എന്നാണ് ഇത് മാത്രം എന്ത് ചെയ്യത്തില്ല, ഞാൻ വിടത്തില്ല. അവരെന്നോട് ഈ ചെയ്തതുണ്ടല്ലോ, ഇതിന് ഞാൻ പകരം ചെയ്ത്, ഇതിന് ഞാൻ അല്ലേലും കണ്ടോണം അവരുടെ ജീവിതത്തിൽ. എൻ്റെ പൊന്നെ, നമ്മൾ തന്നെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. എന്തിലാ നമുക്ക് പുകഴാനുള്ളത്? ഒന്നിലും അഹങ്കരിക്കാനില്ല. ദൈവവചനം പറയുകയാണ്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ, ഒന്നിലും നമുക്ക് പുകഴാനില്ല. ഇത് നമ്മുടെ അവസാന ദിവസമാണോ? ഇനി അവരെ നമ്മൾ കണ്ടുമുട്ടുവോ? ഇതൊന്നും നമുക്ക് നിശ്ചയമില്ലാത്ത കാര്യത്തിലാണ് ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വൈ ഷുഡ് വി ക്യാരി സം ലഗേജ്? മറ്റുള്ളവരുമായിട്ടുള്ള ഭാരവും പ്രയാസവും ഒക്കെ നമ്മൾ എന്തിനാ കൊണ്ടു നടക്കുന്നത്? ഇവിടെ ദൈവവചനം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ, പൗലോസ് പറയുന്ന ഈ വാക്ക്, നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ എന്നോട്. നോക്ക്, എനിക്ക് പകരക്കാരനായിട്ടാണ് യേശു ക്രിസ്തു ആ കാൽവറി ക്രൂശിൽ കിടന്നത്. നോക്ക്,
ക്രിസ്തുവിലാണ് എന്നോട് ക്ഷമിച്ചത്. പ്രൈസ് എൻ്റെ കുറവും കുറ്റവും ഒക്കെ നോക്കിയാൽ ദൈവത്തിന് ഒരിക്കലും എന്നോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്ഷമിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിന് ഏറ്റവും യാഗമായ പ്രസാദം കാൽവറി ക്രൂശിൽ യേശു 3 ആണിയിന്മേൽ തൂങ്ങി ലോകത്തിന്റെ പാപത്തെ തൻ്റെ ശരീരത്തിൽ താൻ വഹിച്ചത്. പ്രൈസ് നോക്ക്, യേശുവാണ് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി. ഇവിടെ ദൈവവചനം വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. എനിക്കിത് കിട്ടേണ്ടതായിരുന്നില്ല. ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പം എനിക്ക് സൗജന്യമായിട്ട് കിട്ടിയതാണ്. അവനിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. പ്ലീസ്, അങ്ങനെ പാപം മോചിച്ച് കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനക്കാരൻ പറയാണ്, നോക്ക്, ലംഘനം ക്ഷമിച്ചും പാപം മോചിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് എനിക്ക് കിട്ടിയതുപോലെ, എനിക്ക് കിട്ടിയത് കൃപയാണ്, എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ലഭിച്ചതല്ല. നോക്ക്, ഞാൻ ചെയ്തത് വെച്ച് നോക്കിയാൽ എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും എന്ത് ചെയ്യും? മറ്റുള്ളവരോട് ഞാൻ ക്ഷമിക്കും. സോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിതത്തിൽ നന്മ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഡോണ്ട് ക്യാരി എനിത്തിങ് എഗൻസ്റ്റ് എനിവൺ. ഈ ലോകത്തിൽ ഒരാളോടും ഒന്നും, ഞാൻ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം എങ്കിലും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഭാരം വരുമല്ലേ? ഭാരം വരും. യേശു തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം. ഈ ലോകത്ത് നമ്മളെല്ലാവരും, എവറി പേഴ്സൺ ഇസ് എ യുണീക്ക് പേഴ്സൺ. നമ്മുടെ ക്യാരക്ടേഴ്സ് വ്യത്യാസമാണ്, നമ്മുടെ വാക്കുകൾ നമുക്ക് വ്യത്യാസമാണ്, നമ്മുടെ സ്വഭാവങ്ങൾ വ്യത്യാസമാണ്, നമ്മുടെ ഇഷ്ടങ്ങൾ വ്യത്യാസമാണ്. ഇങ്ങനെ ഒത്തിരി വ്യത്യസ്തതയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്, അല്ലേ? ഒരാളുടെ സ്വഭാവം പോലെ ആയിരിക്കത്തില്ല മറ്റൊരാളുടെ സ്വഭാവം. അപ്പൊ ഈ ഇടർച്ചയൊക്കെ വരാതിരിക്കുന്നത് അസാധ്യമാണ്. എന്നാൽ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഡോണ്ട് കീപ്പ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇടർച്ചകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞും പലരോടും പ്രയാസങ്ങളും പലരോടും വിരോധങ്ങളും വിഷയങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവാം ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച ഒരു കാര്യം, ഞാൻ പലപ്പോഴും എനിക്കൊരു ഭാരം വന്നാൽ ഞാൻ വിടുന്നത് എങ്ങനെയാണെന്നറിയാവോ? പ്ലീസ്, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും, അവരെ ഞാൻ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഐ വിൽ സ്റ്റാർട്ട് ബ്ലെസ്സിങ് ദം. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നോട് ചെയ്തെന്ന് പോലും ഓർക്കാത്തവണ്ണം നിങ്ങൾക്കും അപ്ലൈ ചെയ്ത് നിങ്ങൾ നോക്കിക്കോ. വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വിടാൻ മേലാത്ത ചില പ്രയാസങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. വളരെ കുറച്ച് നിസ്സാര ദിവസം കൊണ്ട് നമുക്ക് സാധിക്കും. അവർക്ക് വേണ്ടി അവരെ പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ഒരിക്കലും നിങ്ങൾക്ക് വിരോധം വെക്കാൻ സാധിക്കത്തില്ല. അവരെ അനുഗ്രഹിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തുടങ്ങിക്കോ. വിത്തിൻ ഫ്യൂ ഡേയ്സ്, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അവരെന്നാ നിങ്ങളോട് ചെയ്തെന്ന് പോലും മറന്നു പോകുന്ന നിലവാരത്തിൽ കർത്താവ് അത് മായ്ച്ചു കളയും. ഹി വിൽ ഇറേസ് ഇറ്റ്. നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോലും. ഈ ചിലർ പറയും, അയ്യോ എനിക്ക് ഭയങ്കര മറവി ഭയങ്കര അനുഗ്രഹം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കേണ്ടത് ഓർക്കാനും മറക്കേണ്ടത് മറക്കാനും കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവെ, ഓർക്കേണ്ടത് മാത്രം ഓർക്കാനും മറക്കേണ്ടതെല്ലാം മറന്നു കളയാനും കർത്താവ് എനിക്ക് കൃപ തരണം. ഐ നീഡ് ദാറ്റ് സൂപ്പർ നാച്ചുറൽ ഗ്രേസ്. എനിക്ക് ലോകത്ത് ജീവിക്കുമ്പോൾ എനിക്ക് ആ ഗ്രേസ് വേണം. അങ്ങനെ മറക്കാനുള്ള ഗ്രേസ് വേണം. ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകളഞ്ഞ് എല്ലാവരുമായിട്ട് സമാധാനം ആചരിക്കാനുള്ള ഒരു ഗ്രേസ് എൻ്റെ കർത്താവെ അവിടുന്ന് എനിക്ക് തരണം. ഇതൊക്കെ വേണം കർത്താവ്. ഞാനൊരു കാര്യം പറയാം, ഭൗതികമായ കാര്യങ്ങളുണ്ടല്ലോ പ്രൈസ്, അത് ചോദിക്കേണ്ട, അത് മുഴുവൻ ചേർത്ത് വന്നോളൂ. പൈസയുടെ കാര്യം ചോദിക്കേണ്ട, അത് ചേർന്ന് വന്നോളൂ. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവാണ് എനിക്ക് സ്വർഗത്തിലുള്ളത്. അപ്പൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്ന, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്ന, അപ്പൻ ചോദിച്ചാൽ പാവിനെ കൊടുക്കുന്ന അങ്ങനെ ഒരു പിതാവല്ല എൻ്റെ പിതാവ്. എൻ്റെ പിതാവിന് അറിയാം. ഹി നോസ് മൈ നീഡ്സ്. എൻ്റെ ഓരോ കാര്യങ്ങളും, എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ കർത്താവിന് നല്ലവണ്ണം അറിയാം. ഹി വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു. എന്നാൽ ചോദിക്കുമ്പോൾ എൻ്റെ കർത്താവിനോട് ചോദിക്കും, കർത്താവേ
മറക്കണ്ടോക്കെ മറക്കാം. ആരോടും ഒരു ബേർഡനും ക്യാരി, ഒരു ലഗേജും ഈ ഭൂമിയിൽ ഞാൻ നടക്കും. കാരണം ലഗേജ് ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട്, ആരോടും എല്ലാവരെയും കണ്ടാൽ ചിരിക്കാനും എല്ലാവരെയും കണ്ടാലും കെട്ടിപ്പിടിക്കാനും. നോക്ക്, ചിലരെ കാണുമ്പം ചിലർ പറയും, ഞാൻ ഇതൊക്കെ ചെയ്ത്, ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നറിയോ, ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെ കാണുമ്പോൾ തല തിരിച്ചു പോവുക, അവരെ കാണുമ്പോൾ മിണ്ടാതിരിക്കുക, അവർ ഫോൺ വിളിക്കുമ്പം എടുക്കാതിരിക്കുക. ഈ പണിയെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവത്തിൽ നിന്നെല്ലാം തിരിച്ചു നടക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു മാർഗം നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകണം. ബന്ധങ്ങളിൽ സമാധാനമില്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹാർഡ്. നമുക്ക് ഭയങ്കര ഈ റെസിസ്റ്റൻസ് ആണ്, മുമ്പോട്ട് പോകാൻ തടസ്സം. ദൈവം അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല, ദൈവം നന്മ തരാത്തത് കൊണ്ടല്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ മാറ്റപ്പെടുത്താനുണ്ട്. ഞാൻ ചില കാര്യങ്ങളിലൊക്കെ മാനസാന്തരപ്പെടുക. പൗലോസ് പറയുന്ന ഒരു കാര്യമില്ല, മനോഹരമായ കാര്യമാണ് പൗലോസ് പറയുന്നത്. ഫിലിപ്പി ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്ക്, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും ക്രിസ്തുയേശുവിന്റെ പരമവിളിയിലേക്ക് ഞാൻ ആയിക. അപ്പൊ തന്റെ ജീവിതത്തിലും താൻ പറയുന്നത്, എനിക്ക് ചിലതൊക്കെ വിടാനുണ്ട്. എനിക്ക് നോക്ക്, നമുക്ക് പുതിയ നിയമത്തിൽ ഇത്രയും ലേഖനങ്ങൾ തന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്കും ചിലതൊക്കെ വിട്ടുകളയാനുണ്ട്, എനിക്കും ചിലതൊക്കെ മറക്കാനുണ്ട്. ചിലതൊക്കെ ചെയ്തത് ഒക്കെ ഒന്ന് ഓർത്താൽ നോക്ക് ഹൗ ഹാർഡ് ഇറ്റ് ഈസ്. സോ ഞാനിതൊന്നും എന്ത് ചെയ്യത്തില്ല, ഐ വിൽ നോട്ട് കീപ് ഇറ്റ്. അത് ഞാൻ മറന്ന് ഞാൻ ചെയ്യുന്നു, മുമ്പിലുള്ളതിലേക്ക് എന്ത് ചെയ്യും, എനിക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നന്മയിലേക്ക് ഞാൻ ആയി. പിമ്പിലുള്ളതല്ല, അവർ ചെയ്തതും ഇവർ ചെയ്തതും അവർ പറഞ്ഞതും അവർ കല്ലെറിഞ്ഞതും അവരടിച്ചതും അവർ തുപ്പിയതും അവർ നിന്ദിച്ചതും പരിഹസിച്ചതും എന്നെ ബെടക്കെന്ന് എണ്ണിയതും എന്നെ തടവിലെടുത്ത് ഇട്ടതും എന്നെ സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞതും ഞാൻ മോഷ്ടിക്കപ്പെട്ടതും ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്, ഞാൻ മറക്കുകയാണ്. ഐ വിൽ ഫോർഗെറ്റ് ഇറ്റ്. നിങ്ങളുടെ ഓർമ്മയെന്ന് പോലും, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ഓർമ്മയെന്ന് പോലും, കുറച്ചാൾ കഴിയുമ്പോൾ ആ പുള്ളിയായിട്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എന്നായിരുന്നു ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഞാനിത് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ വെറുതെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഐ വെന്റ് ത്രൂ ഓൾ ദീസ് തിങ്സ്. ഞാൻ ഇതിലൂടെയെല്ലാം കടന്നുപോയത്. ഇപ്പോഴും ചില ഇടർച്ചകളൊക്കെ വരും, ഇപ്പോഴും ചിലതൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ പിടിക്കത്തില്ല. കുറച്ച് കഴിയുമ്പം ഇങ്ങനെ പോകുന്ന പോലെ നമ്മളെ ബൈപ്പാസ് ചെയ്ത് ഇതങ്ങ് പൊയ്ക്കോളൂ. ആ ഒരു ലെവലിൽ കർത്താവ് നിങ്ങളെ ഉയർത്തും. അവർ ചെയ്യുന്നത്, ഇവർ പറയുന്നത് ഇങ്ങനെ അങ്ങ് പോകും. നിങ്ങളുടെ ഈ അകത്തോട്ട് വേണ്ടി കേൾക്കേണ്ടത്, ഷീന ചോദിച്ചു, അവർ ഇടയ്ക്ക് എന്നോട് ചോദിക്കുക, അവർ പറഞ്ഞത് കേട്ടില്ല. ഇല്ല, കേട്ടില്ല. അവർ പറഞ്ഞത് വേണ്ടതേ കേൾക്കത്തുള്ളൂ. ഒരു ഫിൽറ്റർ കൊണ്ടുവന്ന് ചെവിക്കകത്തിടും. വേണ്ടതേ കാണത്തുള്ളൂ, ആവശ്യമില്ലാത്തത് കാണത്തില്ല. ഫിൽറ്റർ കൊണ്ടുവന്നിടും. ദ ഓൾ പവർഫുൾ ഹോളി സ്പിരിറ്റ്, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള പരിശുദ്ധാത്മാവാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. എൻ്റെ ഉള്ളിലിരിക്കുന്നത് നോക്ക്, ആ പരിശുദ്ധാത്മാവ് ഒരു ചെറിയ പരിശുദ്ധാത്മാവല്ല. ദൈവവചനം പറയുകയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നമുക്ക് തന്നിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. ആത്മാവ് എപ്പോഴും ഒരുക്കമുള്ള, ദ ഹോളി സ്പിരിറ്റ് ഈസ് ഓൾവേസ് റെഡി. ഇഫ് ഐ എം റെഡി, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് റെഡി ടു ഹെൽപ്പ് മീ. എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ അവിടെയുണ്ട്. എന്നെ സഹായിക്കാൻ അവിടെ എനിക്കൊരാവശ്യം വരുമ്പോൾ, ഞാൻ വീക്ക് ആകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവിടെ ബലം കാണിക്കുന്നത്. അവിടെയാണ് ശക്തി കാണിക്കുന്നത്. ആവശ്യമില്ലാത്ത ഒരാളെ നമ്മുടെ അടുത്തൂടെ പോലും കൊണ്ടുവരത്തില്ല. ആവശ്യമില്ലാത്ത ഒരു ശബ്ദം കേൾക്കാൻ പോലും നമ്മളെ സമ്മതിക്കത്തില്ല. ആവശ്യമില്ലാത്ത ഒരു കാഴ്ച കാണാൻ നമ്മളെ കർത്താവ് സമ്മതിക്കത്തില്ല. നോക്ക്, ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്പർ അതെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നോക്ക്, അവർ വേർഡ്സ് ക്യാൻ ഐദർ ഹീൽ ഓർ ഹേർട്ട്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം. എഫെസ്യ ലേഖനം 4:32 ഞാൻ വായിക്കുന്നത്, താമസിച്ച് ട്യൂൺ ചെയ്തവരോടെ ഞാൻ പറയുന്നത്. നിങ്ങൾ തമ്മിൽ ദൈവം അനുസരണമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ.
ഡോണ്ട് ആക്ട് ആസ് ഹൗ ദേ ട്രീറ്റഡ് യു. നിങ്ങളെ അവര് ചെയ്തതുപോലെ, അയ്യോ അത് അങ്ങനെ നിങ്ങൾ സാധാരണ മനുഷ്യരായി പോകും. നിങ്ങൾ എങ്ങനെയാ ദൈവമക്കളാകുന്ന അന്നേരം? അവര് ചെയ്ത പോലെ തിരിച്ച് ചെയ്യാനാണെങ്കിൽ എങ്ങനെയാ ദൈവമക്കളാകാൻ പോകുന്നത്? റോമൻസ് 12:16 ഒന്ന് വായിച്ചേ. അവിടെ ദൈവവചനം പറയുകയാണ്, തമ്മിൽ ഐക്യമധ്യപ്പുള്ളവരായി വലിപ്പം ഭാവിക്കാതെ. നോക്ക്, നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാര് നമ്മളെക്കാൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും കുടുംബപരമായും ഒക്കെ ഉന്നത സ്ഥലത്ത് നിൽക്കുന്നവരും ഇച്ചിലൂടെ താഴ്ന്നു നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, തമ്മിൽ ഐക്യമധ്യപ്പുള്ളവരായ വലിപ്പം ഭാവിക്കാതെ എളിയവരെ ചേർത്തുകൊള്ളുവിൻ. നോക്ക്, നമുക്ക് ഇച്ചിരി വലിയവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നമ്മളെക്കാൾ ഇച്ചിലൂടെ കുറവുള്ള, സാമ്പത്തികമായി ഇച്ചിലൂടെ കുറവുള്ളവർ, അല്ലെങ്കിൽ കുടുംബപരമായി ഇച്ചിലൂടെ കുറവുള്ളവർ, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നോക്ക്, അവരോടൊരു പ്രൈസലോട് നിങ്ങൾ പറയുന്നുണ്ടോ? അവർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടോ? അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിലുള്ള ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. പൗലോസ് പറയുന്ന ക്രിസ്തു യേശുവിലുള്ള അതേ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കണം. ഇവിടെ പറയുകയാണ്, തമ്മിൽ ഐക്യമധ്യപ്പുള്ളവർ വലിപ്പം ഭാവിക്കാതെ എളിയവരെ ചേർത്തുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരോടും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആകുവോളം സകല മനുഷ്യരോടും സമാധാനം ആചരിക്കും. നോക്ക്, പീസ് ഇൻ യുവർ റിലേഷൻ. ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം കൊണ്ടുവന്നാൽ മതി. ഇന്ന് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കാണുമ്പോൾ ഒരു സോറി പറയണം. അവരെ ഒന്ന് കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കണം. നമ്മൾ ആരെയും നെഗ്ലക്റ്റ് ചെയ്യരുത്, മനഃപൂർവ്വമായി കേട്ടോ. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദർ ഞങ്ങളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ട്, ബ്രദർ ഞങ്ങളെ കണ്ടിട്ട് കാണാത്ത പോലെ ബ്രദർ പോയി. കാണാത്ത പോലെ പോയതല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. കാണാതെ ഇരുന്നത് തന്നെയാണ്. ആരെയും മനഃപൂർവ്വമായി, ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുക, ആരെയും മനഃപൂർവ്വമായി അവോയ്ഡ് ചെയ്യരുത്. ഡോണ്ട് ഫോർഗെറ്റ് എനിവൺ. ആരും നിങ്ങൾക്കൊരു നന്മ ചെയ്ത ഒരാളെ ഒരിക്കലും ജീവിതകാലത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഞാൻ പല അനുഭവങ്ങളിൽ നിന്ന് കൂടിയതെല്ലാം ഞാൻ പറയും. പക്ഷെ ഒരു നന്മ ചെയ്ത് ഒരാളെ പോലും ജീവിതത്തിൽ മറക്കരുത്. നിങ്ങളെക്കാൾ സാമ്പത്തികമായ നിലവാരത്തിൽ താഴ്ന്നു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, അറിവിലും ബുദ്ധിയിലും നിങ്ങളെക്കാട്ടിൽ താഴ്ന്നു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, വിദ്യാഭ്യാസത്തിൽ നിങ്ങളെക്കാൾ താഴ്ന്നു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. നമുക്ക് ഉന്നതന്മാരെ ഇച്ചിരി ഇപ്പോൾ ഒരു MLA ഒരു MP ഒരു മന്ത്രിയോ ഒക്കെ കണ്ടാൽ നമ്മൾ ഹായ് അങ്ങനെ നിൽക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ആരും പഠിപ്പിക്കണ്ട അല്ലേ. പക്ഷെ എനിക്ക് പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ ഈ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിലോമോനെ പോലെ ഉന്നതനായ വ്യക്തിയുടെ അടുത്ത് കയറി ചെല്ലാനും, എപ്പഫ്രൊദോസ് പോലെ ഒരു റണ്ണവേ സ്ലേവിന്റെ അടുത്ത് ഇറങ്ങിച്ചെല്ലാനും. നോക്ക്, തന്റെ മിനിസ്ട്രിയുടെ വലിപ്പം കണ്ടോ, തന്റെ മിനിസ്ട്രിയുടെ സ്പാൻ കണ്ടോ. നോക്ക്, ഉന്നതങ്ങളിൽ കയറി ചെല്ലാനും, നോക്ക് ഒരു റണ്ണവേ സ്ലേവിന്റെ അടുത്ത് ഇറങ്ങിച്ചെല്ലാനും. അവനെക്കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, പ്ലീസ്, അവൻ എനിക്ക് വളരെ പ്രയോജനമുള്ള വ്യക്തിയാണ്. ഫിലോമോനോട് പറയുകയാണ്, നിനക്കും അവൻ പ്രയോജനമുള്ള വ്യക്തിയായി തീരും. ഡോണ്ട് ഇഗ്നോർ എനിവൺ. ആരെയും തള്ളിക്കളയരുത്, ആരെയും ഉപേക്ഷിക്കരുത്, ആരെയും കണ്ടില്ല എന്ന് കരുതി അനുഗ്രഹിക്കപ്പെടണം. ശരിക്കും അനുഗ്രഹിക്കപ്പെടണം, എല്ലാത്തിലും സുഖവും ശുഭവുമായി ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അപ്ലൈ ദിസ്. എളുപ്പമാണ്. ചൊല്ലി നോക്കി, ഇതൊക്കെ എളുപ്പമാണെങ്കിൽ എളുപ്പമാണേ. ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ. എനിക്ക് ഒരാളുണ്ട്, എനിക്കൊരു സഹായകനുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ മേലാത്തത് ചെയ്യാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത്. ഐ ക്യാൻ. എന്നെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. എല്ലാവരുമായിട്ട് സമാധാനം ആചരിപ്പി. ഇവിടെ പറയുകയാണ്, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളുടെ ആവോളം സകല മനുഷ്യരോടും എല്ലാരോടും എന്ത് ചെയ്യണം? സമാധാനം ആചരിക്കണം.
ഫിലിപ്പി ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുക, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ താഴ്മ ധരിക്കണം. കേട്ടോ, ലെറ്റ് us be humble. കർത്താവിന്റെ ശക്തിയേറിയ ഭുജത്തിന്റെ കീഴെ താണിരിക്കാൻ നമുക്കൊക്കെ എളുപ്പമാണ്. ചില മനുഷ്യരുടെ മുമ്പിൽ താന്നിരിക്കാനാണ്. ഞങ്ങൾക്ക് ഹെവൻലി ഫീസ്റ്റിൽ ഞങ്ങൾ കണ്ടു പഠിച്ച ഒരു കാര്യമുണ്ട്. തങ്കുബ്രദറും തോമസ് ഊട്ടുബ്രദറും ചേർന്ന് നിൽക്കുന്നു, തമ്മിൽ കീഴ്പ്പെട്ട് നിൽക്കുന്നു. അവിടെ ആരാ വലിയതെന്നോ ആരാ ചെറുതെന്നോ ഞങ്ങളത് കണ്ടു പഠിച്ചവരാണ്, ചേർന്ന് നിന്ന് കണ്ടതാണ്. ഞാൻ സ്വർഗീയവരുന്നതിൻ്റെ ആദ്യകാലം മുതൽ ഈ കൂട്ടായ്മയിലുണ്ട്. അന്ന് വാസ്തവത്തിൽ തങ്കുബ്രദർ അല്ല വചനം പറയുന്നത്, അന്ന് വചനം പറയുന്നത് തോമസ് ഊട്ടുബ്രദറാണ്. അപ്പൊ തോമസ് ഊട്ടുബ്രദർ വേണമെങ്കിൽ തോമസ് ഊട്ടുബ്രദർ അന്ന് പറയും 3 ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആണ്. പക്ഷേ നോക്ക്, അന്നും തങ്കുബ്രദറിന് കീഴ്പ്പെട്ട് ആ കൂട്ടായ്മയിൽ നോക്ക് ഹമ്പിളായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമെന്ന് പറഞ്ഞ് വലിയ ഭാവമൊന്നും കാണിക്കാതെ ഞങ്ങളത് കണ്ട് വളർന്നവരാണ്, അതിൻ്റെ അകത്ത് വളർന്നവരാണ്. ഞങ്ങൾക്ക് ഇതെല്ലാം കണ്ട് പിന്നെയാ ഈ വചനമൊക്കെ വേർഡൊക്കെ പിന്നെയാ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അതിനു മുമ്പിൽ ഓരോരുത്തര് മാതൃകകളായിട്ട് നിന്നു, അവരെല്ലാം മാതൃകയായിട്ട് നിന്നു. അവരെ കണ്ടാ പഠിച്ച്, അല്ലെ ഈ വചനം കണ്ട് ഇത് അപ്ലൈ ചെയ്തല്ല പഠിച്ചത് ഞങ്ങളുടെ മുമ്പിൽ. അതുപോലെ തന്നെ ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങൾ അനേകർക്ക് മാതൃകയാക്കണം. നിങ്ങളുടെ ലൈഫ് ഒരു മാതൃകയാണ്. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള ഇടപാടുകൾ അനേകർക്കൊരു മാതൃകയാകണം. അത് കണ്ടു വേണം അനേകർ ലെറ്റ് ദം ഇമിറ്റേറ്റ്. അത് പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ദൈവത്തിന്റെ അനുകാരി ആയിപ്പോയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകാരികളായിരിക്കും, എന്നെ അനുകരിച്ചോളാൻ. അയ്യോ, അങ്ങനെ ഒരു മനുഷ്യൻ പറയുകയാണ് എന്നെ അനുകരിച്ചോളാൻ പറയുന്നെങ്കിൽ ഏതൊരു സ്പിരിച്വൽ നിലവാരത്തിൽ ആ വ്യക്തി ഉയർന്നു കാണും അല്ലേ? ആ സ്പിരിച്വൽ പൗലോസിന് അങ്ങനെ ഉയരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉയരാൻ പറ്റും. പൗലോസിന് ദൈവം കൊടുത്ത അതേ ആത്മാവ് എൻ്റെ ഉള്ളിലും ഇരിക്കുന്നു. അതേ സ്പിരിച്വൽ ലെവലിൽ എനിക്കും നിങ്ങൾക്കും ഉയരാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അനേകർ നമ്മളെ നോക്കി പഠിക്കട്ടെ. അനേകർ നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്ത് ലെറ്റ് us be imitators. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് നന്മയൊക്കെ എടുത്തേ. ഇവിടെ ദൈവവചനം ഓർപ്പിക്കുകയാണ്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല. നമുക്ക് ഗുണമുള്ള കാര്യത്തിന് നമുക്ക് എടുത്തിയാടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇതാ കർത്താവിലുണ്ടായിരുന്ന ഭാവം. തനിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയല്ലേ ക്രിസ്തു യാഗമായി തീർന്നത്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ കർത്താവ് നോവേറ്റത്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ കർത്താവ് മരിച്ചത്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ കർത്താവ് ഉപദ്രവം സഹിച്ചത്. കർത്താവ് ക്രൂശ കയറിയോണ്ട് എനിക്ക് ക്രൂശ കയറണ്ട, എനിക്ക് അടിയേക്കണ്ട, ഞാൻ നിന്നേക്കണ്ട. എനിക്ക് എൻ്റെ പകരം നോക്ക്, കാൽവറി ക്രൂശിൽ വാസ്തവത്തിൽ കിടന്നത് എനിക്ക് പകരമായിട്ടാണ്. ഞാൻ കിടക്കേണ്ട അതേ സ്ഥാനത്താണ് കർത്താവ് കിടന്നത്. നിങ്ങളെ തന്നെ അതേ സ്ഥാനത്ത് ഒന്ന് കണ്ടേ. നിങ്ങൾക്ക് പകരക്കാരനായിട്ടാണ് കർത്താവ് കിടന്നത്. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് 5-ാം അധ്യായം അതിന് 9-ാം വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. പീസ് മേക്കേഴ്സ്, ടു മേക്ക് പീസ്, അതിനാ എന്നെ വിളിച്ചിരിക്കുന്നത്. സമാധാനം ഉണ്ടാക്കാൻ. സമാധാനം ഇല്ലാത്തടത്ത് നിങ്ങളുടെ ഒരു വാക്ക് സമാധാനം ഉണ്ടാക്കുന്ന വാക്കാവും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നോക്ക്, വി ഓൾവേസ് ബൂസ്റ്റ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവമക്കളാണെന്ന് നമ്മൾ പറയും. എന്നാൽ ദൈവവചനം പറയുകയാണ്, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും ദൈവത്തിന്റെ മക്കൾ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകണോ? സമാധാനം ഉണ്ടാക്കിയാൽ മതി. ലെറ്റ് us have that supernatural peace. എല്ലാവരുമായിട്ട് സമാധാനം ആചരിക്കുക. ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോവാം. അതിനൊരു കൃപ, ബാക്കിയെല്ലാം ചേരുന്നതാണ്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭവും
സുഖമാകണം. അതെൻ്റെ കർത്താവിൻ്റെ പ്ലാനാണ്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. എല്ലാത്തിലും ഉയർച്ച പ്രാപിക്കണം, ഭൗതികമായ നന്മകൾ ഉണ്ടാകണം, ശാരീരികമായ സൗഖ്യങ്ങൾ ഉണ്ടാകണം. നമ്മുടെ തലമുറകൾ ഞാനൊരു കാര്യം പറയാം, നിശ്ചയമായിട്ടും നമ്മൾ ഈ വിശ്വാസ ജീവിതം അഭിനയിക്കരുത്. നമ്മൾ സഭയിൽ ഒരു ജീവിതവും വീട്ടിൽ ഒരു ജീവിതവും. തോമസുഡാർ പറയുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ പിതാവ് വിശ്വാസത്തിൽ വന്ന് പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞ് ഒരു പിന്മാറ്റത്തിൽ കടന്നുപോയി. താൻ കാണുമ്പോൾ താൻ കണ്ടുകൊണ്ടിരുന്ന പിതാവ് ഞായറാഴ്ച ദിവസം രാവിലെ വേദപുസ്തകമായിട്ടും വൈകിട്ട് ഒരു കുപ്പി കള്ളുമായിട്ട് വീട്ടിൽ വരുന്ന ഒരു പിതാവിനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം താൻ ആ വിഷയങ്ങളിലൊക്കെ മാനസാന്തരപ്പെട്ട് കർത്താവിലാകാനിടയായി. ഞാൻ പറഞ്ഞത്, നമുക്ക് ലെറ്റ് us നോട്ട് ആക്ട്. നമുക്ക് വിശ്വാസം അഭിനയിക്കേണ്ട. ഇതിന് ഓസ്കാർ ഒന്നുമില്ല ഈ ലോകത്ത്. വിശ്വാസം നമുക്ക് അഭിനയിക്കേണ്ട. യു ക്യാൻ ഐദർ ബി എ ബിലീവർ ഓർ നോട്ട് എ ബിലീവർ. വിശ്വസിക്കുന്നുണ്ടോ നല്ല ഉറപ്പോടെ അങ്ങ് വിശ്വസിച്ചോളൂ. കർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ നല്ല ബെസ്റ്റായിട്ട് നടക്കണം. നമുക്കിത് അഭിനയമല്ല. നോക്ക്, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ തലമുറകൾ ഇത് കണ്ട ഞാനതാ പറയാൻ വന്നത്. തലമുറകൾ നോക്കുമ്പോൾ അച്ചായം വിശ്വാസത്തിൽ പോയിട്ട് എന്നായി. നോക്ക്, കുറച്ച് നാൾ മുമ്പ് എന്നോടൊരു മോൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ വീട്ടിൽ വന്ന് കാണണം. ഇവിടുത്തെ പോലെ ഒന്നും അല്ല, ഇവിടെ കാണുന്ന ആളേ അല്ല വീട്ടിൽ. എന്തിനാ നമുക്ക് അങ്ങനെ ആക്ട് ചെയ്യേണ്ട, അഭിനയിക്കേണ്ടെന്നേ. എന്നെ അഭിനയിക്കാനാ? നമ്മൾ ഒരു ദിവസം ഇവിടെ വിട്ടു പോകണം, ഒരു ദിവസം ഈ കർത്താവിനെ മുഖാമുഖമായി കാണണം. പക്ഷെ ഇവിടെ എത്ര ദിവസം ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അവിടെ ജീവിക്കുന്ന നാൾ എല്ലാവരോടും സമാധാനം ആചരിച്ച് സന്തോഷത്തോടെ ദൈവവചനത്തിൽ ആശ്രയിച്ച് കർത്താവിന് കീഴ്പ്പെട്ട് കർത്താവിനെ സ്നേഹിച്ച് എല്ലാവരോടും സമാധാനം ആചരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ. എല്ലാം നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ അത് നിങ്ങളെ പിന്തുടരും. നിങ്ങൾക്ക് ഒരാവശ്യം വരുമ്പോൾ കണ്ടോണം സ്വർഗം തുറക്കുന്നത്. നിങ്ങൾക്ക് ഒരാവശ്യം വരുമ്പോൾ വേണ്ടതെല്ലാം വന്ന് ചേരുന്നത് നിങ്ങൾ കണ്ടോണം. യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ അളവ് കൂടാതെ ഞങ്ങളെ അവിടുന്ന് സ്നേഹിക്കുന്നല്ലോ. അവിടുത്തെ പുത്രൻ്റെ രാജ്യത്തിൽ അവിടുന്ന് ഞങ്ങളെ ആക്കി വെച്ചു. ദൈവികമായ സമാധാനവും സ്വസ്ഥതയും അവിടുത്തെ പരിശുദ്ധാത്മാവിനെയും ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി തന്നു. എല്ലാത്തിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സ്വസ്ഥത, നിങ്ങളുടെ കുടുംബജീവിതത്തിനായിട്ട് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ്, നിങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് കർത്താവൊന്ന് നന്ദി പറഞ്ഞ്, നിങ്ങളുടെ വരുമാന മാർഗങ്ങൾക്കായിട്ടൊന്ന് നന്ദി പറഞ്ഞ്, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സഭയ്ക്കായിട്ടൊന്ന് നന്ദി പറഞ്ഞ്, നിങ്ങളെ വഴി നടത്തുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ്, അവരെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നിങ്ങളെ ഉപദ്രവിച്ചവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ആ കേട്ട വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേദന തന്നവർ, എന്നെ വിഷമിപ്പിച്ചവർ, എൻ്റെ ഉറക്കം കളഞ്ഞവർ, എന്നെ ദുഃഖിപ്പിച്ചവർ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഐ ബ്ലെസ് ദം. പത്രോസ് ശ്ലീഹ പറയുന്ന പോലെ ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യുന്നവരാകാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതിനാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഇതൊരു കുടുംബ പശ്ചാത്തലത്താണ്. നോക്കുക, അതിൻ്റെ തൊട്ടു മേളിലൊക്കെ വായിച്ചു നോക്കണം. അവിടെ കുടുംബജീവിതത്തെ ഒരു ഭാര്യയും ഒരു ഭർത്താവിനെയും കുറിച്ച് എഴുതി പറഞ്ഞിട്ടാണ് പൗലോസ് ഇത് താഴോട്ട് വന്ന് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ, ആ ബന്ധങ്ങളിലൊക്കെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സമാധാനവും അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശാരീരികമായ വേദനകൾ നേരിടുന്നവർ, ശാരീരികമായ ബലഹീനതകൾ നേരിടുന്നവർ, രോഗത്തിന്റെ ആത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരങ്ങളെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുത വിടുതലുകൾ ശരീരത്തിന് മേൽ ഉണ്ടാകട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മേൽ സ്വർഗം തുറക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ജഡപോരാതെ വണ്ണം അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഭൗതികമായ നന്മകൾ നിന്റെ മക്കൾക്ക് കൊടുക്കണം. യേശുവിൻ നാമത്തിൽ കർത്താവെ ഞങ്ങൾ
അനുഗ്രഹിക്കുകയാണ്. എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന പട്ടണത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ ഈ ടുഗദർ വിത്ത് ജീസസിൽ ഓരോ ദിവസവും ജോയിൻ ചെയ്യുന്ന എല്ലാ മക്കളും യേശുവിൻ നാമത്തിൽ അവർ ബ്ലസ്ഡ് ആകട്ടെ. കർത്താവിന്റെ എല്ലാ നിറവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും അനുഗ്രഹിക്കപ്പെടണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ പദ്ധതി. ബ്ലെസ്ഡ് ഇൻ എല്ലാ ഏറിയ. അനേകം സ്റ്റാർ അയക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ബ്രദർ ഈ സ്റ്റാർസിന്റെ കാര്യമൊന്നും പറയുന്നില്ല. മനഃപൂർവ്വമായിട്ട് പറയാത്ത സ്റ്റാർ അയക്കുന്ന എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ അവരുടെ പേരുകൾ വായിക്കാറില്ല. എല്ലാവർക്കുമായിട്ട് ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണ്. സോ നിങ്ങൾ സ്റ്റാർസൊക്കെ അയക്കുമ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ ആ സ്നേഹമാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് മനസ്സിലാകുന്നത്. സോ താങ്ക് യു സോ മച്ച്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഷെയർ ഇറ്റ് ടു മെനി പീപ്പിൾ. ഇത് ഒരാളുടെ മുറിവിനെ കെട്ടുന്നു എങ്കിൽ അത്രയും വലിയ അനുഗ്രഹം വേറൊന്നുമില്ല. ഒരു വീട്ടിൽ ഇത് സമാധാനം കൊണ്ടിരുന്നെങ്കിൽ അത്രയും വലിയ അനുഗ്രഹമില്ല. സോ ഷെയർ ഇറ്റ് ടു ദ മാക്സിമം. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വി ലവ് യു. ഞാനിത് കണ്ടിന്യൂ ചെയ്യും. ദ വേസ് ടു പ്രോസ്പർ. കുറച്ച് ദിവസങ്ങൾ ഇതിനെക്കുറിച്ചായിരിക്കും കർത്താവ് അനുവദിച്ചാൽ സംസാരിക്കുന്നത്. നമ്മൾ ഇന്നലെയൊക്കെ ചിന്തിച്ച കാര്യം ഫിയർ ഓഫ് ഗോഡ് ആയിരുന്നു, ട്രൂത്ത്ഫുൾനെസ് ആയിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ദ പീസ് ഇൻ റിലേഷൻ, നമ്മുടെ ബന്ധങ്ങളിൽ സമാധാനം. ഇന്ന് ചിന്തിച്ച ഭാഗമാതാ. പ്ലീസ് നിങ്ങൾ താമസമൊക്കെ ട്യൂൺ ചെയ്ത് പുറകോട്ട് പോയി കേട്ടാൽ മതി. കർത്താവ് ധാരാളം ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വി ലവ് യു ഇൻ ജീസസ് നെയിം. ഗോഡ് ബ്ലെസ് യു.